2023 ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ട് 2 വർഷത്തിലധികമായി തുടർന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ടുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതോടെ ഹമാസ് തീവ്രവാദികളുടെ തടവിൽ മാരകമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നരകിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ബന്ദികളെല്ലാം തങ്ങളുടെ ജന്മാവകാശമായ ജീവിത സ്വാതന്ത്ര്യത്തിൻ്റെയും തങ്ങളെ കാത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെയും പ്രകാശധാരയിലേക്ക് ഇപ്പോൾ നടന്ന് എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ 2 ഘട്ടമായി നടന്ന ബന്ദിമോചനത്തിൽ റെഡ് ക്രോസിന്റെ 10 വാഹനങ്ങളിലായിട്ടായിരുന്നു ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തിയത്. 700-ലധികം ദിവസങ്ങൾ നീണ്ട തങ്ങളുടെ എല്ലാത്തരം ക്ലേശങ്ങളും കഠിനാധ്വാനവുമെല്ലാം ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായിരുന്നതിനാൽ ജൂതരാഷ്ട്രം മുഴുവനും അവരുടെ എല്ലാ സംവിധാനങ്ങളും മടങ്ങി വരുന്ന ബന്ദികളെ കാത്ത് സജീവമായി നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഹമാസിന്റെ തടവറയിൽ കഴിഞ്ഞ ഇസ്രായേലി ബന്ദികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവരെ പ്രതീകാത്മകമായി കൊന്നുതള്ളി എന്ന സാഹചര്യം നിലനിന്ന ഇടത്തുനിന്ന് അവർ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് മടങ്ങി വന്നത് സർവശക്തനായ ദൈവത്തിൻ്റെയും ആ കാര്യങ്ങൾ നിർവഹിക്കാൻ ദൈവം നിയോഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അത്ഭുതകരമായ ഇടപെടലുകളും നീക്കങ്ങളും കൊണ്ട് തന്നെയാണ്. രാവിലെ 11 മണിയോടെ തന്നെ ആദ്യഘട്ടമായി 7 പേരെ ഹമാസ് റെഡ് ക്രോസ് അധികൃതർക്ക് കൈമാറുകയും പിന്നാലെ 2ാം ഘട്ടമായി 13 പേരെ കൂടി മോചിപ്പിക്കുകയുമായിരുന്നു. ബാർ എബ്രഹാം, കൂപ്പർഷെയ്ൻ, എവിയാദർ ഡേവിഡ്, യോസഫ് ചെം, യോഹാന തുടങ്ങി 20ഓളം ആളുകളെയാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 738 ദിവസങ്ങൾക്ക് ശേഷം പ്രതീക്ഷയുടെ പുതിയ വെളിച്ചത്തിലേക്കാണ് ഇവർ ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്നത്. പുറത്തിറങ്ങിയ തടവുകാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ട്രംപ് കാണുകയും ഇസ്രായേൽ സെനറ്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആദ്യം മുതൽ ഇസ്രായേൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് അവതരിപ്പിച്ച 20 നിർദ്ദേശങ്ങളാണ് വെടിനിർത്തലിന് നിമിത്തമായത്. ഇസ്രായേലും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ആ കരാർ അംഗീകരിച്ചപ്പോഴും തട്ടാമുട്ടി പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ഹമാസ് ഒടുവിൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങിയാണ് കരാറിലേക്ക് വന്നത് എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. എങ്കിലും ഈ കരാർ തങ്ങളുടെ ജനതയുടെ ഉറച്ച നിലപാടിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഫലമാണ്. മാസങ്ങൾക്ക് മുൻപേ അധിനിവേശ ശക്തികൾക്ക് അവരുടെ ബന്ദികളിൽ ഭൂരിഭാഗത്തെയും ജീവനോടെ തിരികെ ലഭിക്കാമായിരുന്നു, എന്നാൽ അവർ കാലതാമസം വരുത്തിയതാണ് എന്നൊക്കെയുള്ള ചില ഡയലോഗുകൾ അടിച്ച് ഇപ്പോൾ ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മുൻപ് ഈ കരാറുമായി ഇസ്രായേൽ രംഗത്ത് വന്നപ്പോഴൊക്കെ അഹങ്കാരത്തിന്റെ പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് വിലപേശൽ തുടരുകയും ഭീകരവാദികളും ഗാസയിലെ സാധാരണക്കാരുമായ 65,000-ഓളം ജനങ്ങൾക്ക് പെടുമരണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് ഹമാസ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസിന്റെ തടവറയിൽ ജീവനോടെ ഉണ്ടായിരുന്നവരെല്ലാം മോചിതരായിരിക്കുകയാണ്. എന്നാൽ 28 ജൂത തടവുകാരുടെ മൃതദേഹങ്ങൾ തിരിച്ചു നൽകുന്ന കാര്യത്തിലാണ് ആശങ്കകളും അവ്യക്തകളും ഇപ്പോഴും തുടരുന്നത്. ആദ്യം ജീവനോടെയുള്ളവരെയും അതിനുശേഷം മൃതദേഹങ്ങളും കൈമാറുമെന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മൃതദേഹങ്ങൾ പൂർണ്ണമായി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സമ്മതിക്കുന്ന തലത്തിലേക്ക് ഹമാസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെയാണ് ആശങ്കകൾ ഉടലെടുക്കുന്നത്. ഇസ്രായേലിന്റെ തടവിൽ ജീവനോടെയുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെങ്കിൽ തങ്ങളുടെ ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകണമെന്നുള്ള ഡിമാൻഡിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ട്രംപ് 250 തടവുകാരെ ഇസ്രായേൽ അടിയന്തരമായി വിട്ടയക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിവചിക്കുന്നത് ഒക്ടോബർ 7-ന് ശേഷം പിടിച്ച 1772 തടവുകാരെ വിട്ടയക്കാമെന്നും പക്ഷേ മാരകമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന 250 ഭീകരന്മാരെ വിട്ടയക്കുകയില്ല എന്നുമുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾക്കാണ് ഇനിയും ക്ലാരിറ്റി വരാനുള്ളത്. ട്രംപിന്റെ നിർദ്ദേശങ്ങളിലെ മറ്റ് പോയിന്റുകൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലോകരാഷ്ട്ര തലവന്മാരെല്ലാം ഈജിപ്തിൽ ഒത്തുകൂടിയപ്പോൾ അതിൽ നെതന്യാഹുവിന് ക്ഷണം കിട്ടിയത് അവസാന നിമിഷമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ക്ഷണം കിട്ടിയത് ഷോർട്ട് നോട്ടീസിലായിരുന്നു. എന്നാൽ ഹമാസ് ആയുധം താഴെ വെച്ചിട്ട് ഗാസയുടെ ഭരണത്തിൽ ഇടപെടാതെ സ്ഥലം വിടണമെന്നുള്ള നിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ സേന പിന്മാറിയ ഗാസയിലേക്ക് ആയുധധാരികളായ 7,000-ഓളം ഹമാസ് തീവ്രവാദികൾ കടന്നു വന്ന് അവിടം കീഴടക്കുകയും മടങ്ങി വന്ന ഗാസക്കാരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഇപ്പോൾ ഇസ്രായേലിന് കടുത്ത പ്രകോപനത്തിന് കാരണമായിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം ഈജിപ്ഷ്യൻ ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായും അത് കരാർ ലംഘനമായി തന്നെ കണക്കാക്കേണ്ടതായി വരികയും അവധിക്ക് വെച്ച റിവഞ്ചുകളെല്ലാം ഇസ്രായേൽ പുറത്തെടുക്കുകയും ചെയ്യുമെന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.